ഓൺലൈനായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലൊക്കെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ആണ് മിനിമം നമ്മുടെ കയ്യിൽ വേണ്ടത്, എത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇത് സ്ഥിരമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞു തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതായത് എനിക്ക് തുടങ്ങേണ്ട ബിസിനസ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോൺസ് സെല്ല് ചെയ്യുന്ന ഒരു ബിസിനസ്സാണെന്ന് വിചാരിക്കാം. മറിച്ച് മറ്റൊരാൾക്ക് ബിസിനസ് താല്പര്യമുള്ള മേഖല എന്ന് പറയുന്നത് ഫുഡ് ബിസിനസ്സാണ്. എന്തെങ്കിലും ചിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈസസ് ഒക്കെ വെക്കുന്നതാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് തരത്തിലുള്ള ബിസിനസ്സുകളാണ്. രണ്ടിൻ്റേതായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആവശ്യമായിട്ട് വരിക. ഇതിൽ തന്നെ സ്പൈസസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് സെല്ല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനായിരിക്കാം താല്പര്യം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വയലോ കൃഷിയോ ഒക്കെ ഉള്ളവരായിരിക്കാം. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് അങ്ങ് എടുത്ത് വിൽക്കുന്ന പരിപാടിയായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരാൾ എന്ന് പറയുന്നത് അയാൾക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ്ങോ കാര്യങ്ങളോ ഇല്ല, അയാൾ റീസെല്ലിംഗ് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പോഴും സെയിം ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, പക്ഷേ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ വ്യത്യാസം വരും, അവരെടുക്കുന്ന എഫേർട്സിൽ വ്യത്യാസം വരും. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ, അതായത് എനിക്കൊരു ബിസിനസ് തുടങ്ങണം, അതെന്ത് ബിസിനസ്സാണെന്ന് ധാരണയില്ലാതെ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം, എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് തുടങ്ങാം എന്നൊരു ചോദ്യം ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആദ്യം നിങ്ങൾ ഒരു ഉറപ്പ് വരുത്താം. അതായത് ഏത് മേഖലയായിരിക്കും എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത്, അതായത് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഏത് കാറ്റഗറിയിൽ സെല്ലിങ് ചെയ്യുമ്പോഴായിരിക്കാം. അതായത് എൻ്റെ ഫൈനാൻഷ്യൽ കാപ്പബിലിറ്റി വെച്ചിട്ടും അതുപോലെ തന്നെ എൻ്റെ അല്ലാത്ത എബിലിറ്റീസ് വെച്ചിട്ടും എനിക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, അത് ഏത് കാറ്റഗറിയിൽ സെല്ലിങ് ചെയ്യുമ്പോഴായിരിക്കും എനിക്ക് ഏറ്റവും ബെനിഫിഷ്യലായ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് നിങ്ങളൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ആമസോണിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെയോ മീഷോയുടെ ഒക്കെ കാറ്റഗറി ലിസ്റ്റ്, പ്രൊഡക്റ്റ് കാറ്റഗറീസ് ഏതൊക്കെ കാറ്റഗറീസിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെല്ലിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കാറ്റഗറീസും സബ് കാറ്റഗറീസും എല്ലാം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഏതായിരിക്കാം ബെനിഫിഷ്യൽ എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു 30-35 എണ്ണത്തിൻ്റെ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്കൊരു 5 എണ്ണമൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പിന്നെയും ഏതാണ് ഏറ്റവും മികച്ചത് എന്നുള്ളത് നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ടും ബാക്കി സ്റ്റഡീസൊക്കെ ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് ഡിസൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൽ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ സെല്ല് ചെയ്യണം, ഏത് പ്രൊഡക്റ്റ് വിൽക്കണം എന്നുള്ള കാര്യം തീരുമാനമാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വിൽക്കുന്ന പ്രൊഡക്റ്റ് അത് നിങ്ങൾക്ക് ഒരു മാസം എത്ര യൂണിറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ എത്ര ഇൻവെൻട്രി നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുണ്ടാവും, എത്ര വെച്ചിട്ട് നിങ്ങൾക്ക് സെല്ലിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒന്ന് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ചുരുങ്ങിയതൊരു നിങ്ങൾ വളരെ ചെറിയൊരു സെല്ലറാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 50 യൂണിറ്റാണ് ഞാനിപ്പോൾ ഈ ഒരു മാസം ഈ ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് മന്തിൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു 50 യൂണിറ്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാവും എന്നുള്ളത് നോക്കാം. എന്നിട്ട് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക പാക്കിംഗ് മെറ്റീരിയൽസും അല്ലെങ്കിൽ ലേബർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും എല്ലാം എത്ര എമൗണ്ട് ആവും എന്നുള്ളതൊന്ന് റഫായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നടത്തിയതിന് ശേഷം ആ എമൗണ്ട് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ്, അത് ഫയൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഡീഷണലായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾ കാണേണ്ട എമൗണ്ടുകൾ തന്നെയാണ്. അപ്പോൾ ഈ എമൗണ്ടൊക്കെ നിങ്ങൾ കയ്യിൽ ഒരു എന്താ പറയുക, എൻ്റെ ഇത്രയും ബഡ്ജറ്റിലാണ് ഞാൻ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കലാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആരൊക്കെയാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്, അതായത് നിങ്ങൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സായിട്ട് കാണുന്ന ആളുകളുടെ ഒരു കൂട്ടം ആളുകൾ എത്ര പേരാണ് എന്നുള്ളത്, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജീസ്
എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അവരെങ്ങനെയാണ് പ്രൊഡക്റ്റ് പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പുതുതായിട്ട് ആ ഒരു പ്രൊഡക്റ്റിന് പുതുതായിട്ടൊരു കോമ്പറ്റീറ്റർ ആവാനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലാഭകരമാവോ, ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റു കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവർ കൊടുക്കുന്ന ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നല്ല സർവീസ് നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി രണ്ടാമത്തെ കാര്യം വരുന്നത് ബഡ്ജറ്റ് അനാലിസിസ് ആണ്. അതായത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ റിസോഴ്സസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫണ്ട് സോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതും നിങ്ങൾക്ക് എത്ര എമൗണ്ട് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് ഒന്ന് ലോഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് വരെ നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ മാത്രമല്ല, നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റോർ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് മാത്രമല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അതിൻ്റെ മുകളിൽ നിങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ എമൗണ്ട്, അതുപോലെ വെബ്സൈറ്റിൻ്റെ മെയിൻ്റനൻസ്, നമ്മുടെ സ്റ്റോക്ക് ഫ്രം ടൈം ടു ടൈം കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്കത് റീപ്ലനിഷ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചാർജസ് വരും. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇ-കൊമേഴ്സ് GST രജിസ്ട്രേഷൻ എടുക്കാനുള്ള ചാർജസ്, ട്രേഡ് മാർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ്റെ ഇനീഷ്യൽ ഫയലിംഗ് ചാർജസ്, GST റിട്ടേൺസ് നിങ്ങൾ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ സർവീസ് ചാർജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, അതായത് ഇൻവെൻട്രി സ്റ്റോർ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് എത്ര ചാർജസ് അഡീഷണൽ ഇനി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്, അതിൻ്റെ വെയർ ഹൗസിൻ്റെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനെത്ര മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൻ്റെ എന്താ പറയുക ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, മാനുഫാക്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്. ഇനി അതല്ല സോഴ്സ് ചെയ്യുകയാണ് മറ്റ് മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്തു നിന്നോ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എടുത്തിട്ട് അത് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ്. അപ്പോൾ പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ സോഴ്സിങ്ങിൻ്റെ ചാർജസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനുഫാക്ചറിങ് കോസ്റ്റ്, അല്ല സോഴ്സ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ്, അതിനുശേഷം നിങ്ങളുടെ പാക്കേജിങ്ങിൻ്റെ ചാർജ്, ഷിപ്പിങ്ങിൻ്റെ ചാർജ്, ഇനി മറ്റെന്തെങ്കിലും എക്സ്പെൻസസ് നിങ്ങളുടെ ഈ ഒരു ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജസ് എല്ലാം നിങ്ങൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അടുത്തത് വരുന്നത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. നിങ്ങളുടെ പ്രൈസ് എപ്പോഴും നിങ്ങളുടെ കോസ്റ്റ് നല്ല രീതിയിൽ ഒരു സ്ട്രാറ്റജിക് വേയിൽ കവർ ആവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പ്രൈസ് സെറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പ് വരുത്തുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പ്രൈസിങ് സ്ട്രാറ്റജി അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിൽക്കുന്ന സാധനത്തിന് എത്രയായിരിക്കും ആളുകൾ നിശ്ചയിക്കുന്ന ഒരു വില, അതായത് ഒരു പെർസീവ്ഡ് വാല്യൂ എത്രയാണെന്നുള്ളതും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അത് എത്രയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ പ്രൈസിങ് കോമ്പറ്റീറ്റീവ് ആയിരിക്കണം. മറ്റ് മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിലായിരിക്കണം നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ കിട്ടുകയും വേണം, റീസണബിൾ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ലഭിക്കുകയും വേണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും ബുദ്ധി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ പറ്റിയിട്ട് വലിയ ഒരു കോൺഫിഡൻസ് ഇല്ലയെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തുടങ്ങി നോക്കാം. അപ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് മുന്നിലേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ഇൻവെൻട്രി വെച്ചിട്ട് തുടങ്ങാം, പിന്നെ ഗ്രാജുവലി നമ്മൾ സ്കെയിലപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആളുകളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡായിട്ട് നമുക്ക് നമ്മുടെ ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം സെലക്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോറിന് വേണ്ടിയിട്ട് നല്ലൊരു റൈറ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ
കൺസിഡർ ചെയ്യാം. അപ്പം ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ഫീച്ചേഴ്സ് കൊണ്ട് ഏറ്റവും മികച്ചു നിൽക്കുന്നതും നമുക്ക് പിന്നീട് സ്കെയിലപ്പ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കെയിലബിലിറ്റി എത്രത്തോണ്ട് വരുന്നു എന്നുള്ളതിനെ കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. തുടങ്ങുന്ന സമയത്ത് തന്നെ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും ബുദ്ധിമുട്ടില്ലാതെ അതേ പ്ലാറ്റ്ഫോം തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ പ്രൈസിങ്ങും നോക്കുക, നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് തന്നെയാണോ ഓൺലൈൻ സ്റ്റോറിൻ്റെ സെറ്റപ്പ് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഷോപ്പിഫൈ അല്ലെങ്കിൽ വൂക്കോമേഴ്സ്, എറ്റ്സി ഒക്കെ നോക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സിന് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നുന്നത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം കമ്മീഷനും ബാക്കിയുള്ള ബേസിസിലൊക്കെ നിങ്ങളൊരു കമ്പാരിസൺ നടത്തിയിട്ട് ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ബഡ്ജറ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ എന്താ പറയുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുഫാക്ചറിങ്ങിനുള്ള ആ ഒരു എമൗണ്ട് മാത്രം, അല്ലെങ്കിൽ അത് സോഴ്സ് ചെയ്തിട്ട് ഒരു മന്ത് റൺ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു 3 മന്ത് റൺ ചെയ്യാനുള്ളൊരു എമൗണ്ട് മാത്രമായിട്ട് കാണാതെ എപ്പോഴും നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഒരു പോർഷൻ മാർക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിനോ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാക്കാനും നമ്മുടെ ഈ ഒരു ഓൺലൈൻ സ്റ്റോർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിസ്റ്റിങ്ങിന് കുറച്ചുകൂടി ട്രാഫിക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിന് ഇത്ര എമൗണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് ഇത്ര എമൗണ്ട്, കണ്ടൻറ് മാർക്കറ്റിങ്ങിന് SEO ചെയ്യാനായിട്ട് ഇത്ര എമൗണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഡിവൈഡ് ചെയ്തിട്ട് വെക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് കണ്ടിൻജൻസി പ്ലാൻ ആണ്. അതായത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു എമൗണ്ട് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചിലവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെയിൽസിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് ബേസിക്കലി പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ചിലവ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഹെൽപ്പ് എന്നുള്ള നിലക്കാണ് ഈ ഒരു കണ്ടിൻജൻസി ഫണ്ടായിട്ട് നമ്മൾ കുറച്ചൊരു എമൗണ്ട് കാണുന്നത്. ഇനി അടുത്തത് പെർഫോമൻസ് ട്രാക്കിംഗ് ആണ്. അതായത് കണ്ടിന്യൂസ്ലി നമ്മൾ നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മോണിറ്റർ ചെയ്യാം. പിന്നെ അതിനുശേഷം നിങ്ങളുടെ സ്ട്രാറ്റജി അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. പ്രൈസിങ് സ്ട്രാറ്റജി ആണെങ്കിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും ഒക്കെ ഈ ഒരു സെയിൽസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. എപ്പോഴും നമ്മുടെ കീ മെട്രിക്സ്, അതായത് കൺവേർഷൻ റേറ്റ്, ആവറേജ് ഓർഡർ വാല്യൂ എത്രയാണ് വരുന്നത്, പുതിയൊരു കസ്റ്റമറിനെ അക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വരുന്നു, അത് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പുതിയൊരു കസ്റ്റമറെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഫ്രം ടൈം ടു ടൈം വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇനീഷ്യലി, അതായത് ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യാൻ, ഓൺലൈനായിട്ട് ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആവും എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഫിഗർ നമുക്ക് ഇത്ര ഉണ്ടെങ്കിൽ തുടങ്ങാം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എങ്ങനെ നിങ്ങൾ ആ ഒരു ബിസിനസ്സിനെ വ്യൂ ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡിപ്പെൻസ് ആണ് എത്ര എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം.